2004 കാഴ്ചയിൽ തുടങ്ങിയ ബ്ലസ്സിയുടെ യാത്ര ഇന്ന് 2024 ആടുജീവിതത്തിലെത്തി നിൽക്കുകയാണ്. 2004 പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ സിനിമയാണ് കാഴ്ച. 2001 ഗുജറാത്ത് ഭൂകമ്പത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം ഒരുപാട് പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. മലയാള സിനിമയിൽ തന്നെ ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ കാഴ്ച എന്ന ചിത്രത്തിന് സാധിച്ചു. ബ്ലസ്സി എന്ന സംവിധായകന്റെ ആദ്യ ചിത്രമായിരുന്നു കാഴ്ച. ഭൂകമ്പം പോലെയുള്ള ഒരു വൻ ദുരന്തം ചിലരിൽ ഏൽപ്പിക്കുന്ന പോറലുകളും അതിൽ സഹജീവികൾ നടത്തുന്ന വിവിധ രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെയായിരുന്നു സിനിമയിലൂടെ ബ്ലസ്സി പറഞ്ഞത്. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഫിലിം ഓപ്പറേറ്ററായ ഒരു കുട്ടനാട്ടുകാരനായ മാധവൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി അഭിനയിച്ചത്. ആ സിനിമയിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുകയാണ് ബ്ലസ്സി ഇപ്പോൾ. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആടുജീവിതത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബ്ലസ്സി. തന്റെ എല്ലാ സിനിമകളിലും നായകന്മാരെ അതുവരെ കാണാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കാനാണ് താൻ ശ്രമിക്കാറുള്ളതെന്നാണ് ബ്ലസ്സി പറയുന്നത്. ആടുജീവിതത്തിൽ പൃഥ്വിരാജിലും താൻ അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. തന്റെ ആദ്യ സിനിമയായ കാഴ്ച തൊട്ട് അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. മമ്മൂട്ടി വളരെ സുന്ദരനായ ഒരാളാണ്. അങ്ങനെയുള്ള മമ്മൂട്ടിയെ ഒരു സാധാരണ കുട്ടനാട്ടുകാരനായി അവതരിപ്പിക്കാനാണ് താൻ കാഴ്ച എന്ന ചിത്രത്തിൽ നോക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി മമ്മൂട്ടിയുടെ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് പല ഗെറ്റപ്പുകളും പരീക്ഷിച്ചു നോക്കി. മുടി നീട്ടി വളർത്തിയും താടി വളർത്തിയും ഒക്കെ പലതരം പരീക്ഷണങ്ങൾ ചെയ്തു. താടി വെച്ച് ഗെറ്റപ്പ് നോക്കിയപ്പോൾ അതുപോലെ ഒരെണ്ണം മഹാനഗരം എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു. അത് മാത്രമല്ല, അങ്ങനെ താടി വെക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫീലാണ് തോന്നാറുള്ളത്. മഹാനഗരത്തിലൊക്കെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയാണത്. പഴയ കാലത്ത് അതേ ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ ഉടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നും ബ്ലസ്സി പറയുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ താൻ തീരുമാനിച്ചുവെന്നും അതിനുവേണ്ടി ചെയ്തത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു ചീപ്പ് വെച്ച് കൊടുത്തുവെന്നും ബ്ലസ്സി പറയുന്നു. ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അയാൾ എപ്പോഴും അങ്ങനത്തെ കാര്യത്തിൽ കോൺഷ്യസ് ആണെന്നും അതുമാത്രമല്ല പണ്ട് മുതലേ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു കഥാപാത്രമായി മമ്മൂട്ടിയെ മാറ്റിയെന്നും ബ്ലസ്സി പറയുന്നുണ്ട്. പത്മരാജന്റെ ഒക്കെ ഒപ്പം 18 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ശേഷമാണ് ബ്ലസ്സി ഒരു സ്വതന്ത്ര സംവിധായകനായി കാഴ്ച എന്ന സിനിമയിലേക്ക് എത്തുന്നത്. കാഴ്ച എന്ന സിനിമയുടെ കഥയുമായി ബ്ലസ്സി ഒരുപാട് നടന്മാരെ സമീപിച്ചിരുന്നു. കാര്യം ആടുജീവിതം സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംവിധായകൻ ജയരാജ് അടക്കം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ജയരാജ് ആയിരുന്നു ആദ്യം ഒരു നടന്റെ അടുത്തേക്ക് ബ്ലസ്സിയെ പറഞ്ഞു വിട്ടതെന്നും എന്നാൽ നടൻ ഡേറ്റ് കൊടുക്കാൻ തയ്യാറായില്ല എന്നും പിന്നീട് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ബ്ലസ്സി എത്തുന്നതുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേസമയം പൃഥ്വിരാജിനെ നജീബ് ആക്കിയതിനെ പറ്റിയും ബ്ലസ്സി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. പൃഥ്വിരാജ് നല്ല ആത്മവിശ്വാസമുള്ള ആളാണെന്നും നിലപാടുള്ള ആളാണെന്നും സിനിമയെക്കുറിച്ച് എല്ലാം അറിയാമെന്നും ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെയാണ് പൃഥ്വിയെ എല്ലാവരും തന്റേടി എന്ന് വിളിക്കുന്നതെന്നും ബ്ലസ്സി പറയുന്നു. പക്ഷെ നജീബ് ആയപ്പോൾ അതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നുവെന്നും പൃഥ്വിരാജിന്റെ കണ്ണുകളിൽ പോലും നിറയെ ആത്മവിശ്വാസമാണുള്ളതെന്നും എന്നാൽ നജീബ് അങ്ങനെയുള്ള ഒരാളല്ല, ആത്മവിശ്വാസമില്ലാത്ത ഭയമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളായിട്ട് പൃഥ്വിരാജിനെ മാറ്റിയെടുത്തുവെന്നും ബ്ലസ്സി പറയുന്നുണ്ട്. പോസ്റ്ററിലൊക്കെ കാണുന്നത് പോലെ പൃഥ്വിരാജിന്റെ കണ്ണുകളല്ല എന്നും അത്രത്തോളം തന്നെ കഥാപാത്രത്തിലേക്ക് പൃഥ്വിരാജ് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്നും ബ്ലസ്സി കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.